യഹോവയോട് സഹായം ചോദിക്കുക. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. ജീവിതയാത്രയിൽ നമുക്ക് ഒരു സഹായം ആവശ്യമായി വരുമ്പോൾ നാം ഏറ്റവും അടുത്ത സ്നേഹിതരോടാണ് സഹായം ചോദിക്കുന്നത്. അവർ നമ്മെ സഹായിക്കുകയും ചെയ്യുമായിരിക്കാം. എന്നാൽ ജീവിതത്തിന്റെ വൈഷമ്യ ഘട്ടങ്ങളിൽ യഹോവയോട് സഹായം ചോദിക്കുക. യഹോവയോട് മാത്രം ചോദിക്കുക. എന്താ യഹോവയോട് മാത്രം ചോദിക്കാൻ? 121-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അപ്പൊ ദൈവം നമ്മുടെ സഹായമായി നമുക്ക് വേണ്ടി എഴുന്നള്ളി വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതയാത്രയിൽ ഏത് സഹായത്തിന് വേണ്ടിയാണ് ദൈവത്തോട് ചോദിക്കുന്നത്? ആ ചോദിക്കുന്ന സഹായത്തെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരുവാൻ സർവശക്തനായ ദൈവമാണെങ്കിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ചാകട്ടെ, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചാകട്ടെ, ശുശ്രൂഷയെ സംബന്ധിച്ചാകട്ടെ, ബിസിനസ്സിനെ സംബന്ധിച്ചാകട്ടെ, എന്തുമാകട്ടെ, ദൈവത്തോട് സഹായം ചോദിക്കാം. ചോദിക്കുന്നവർക്ക് വേണ്ടി ചില സഹായങ്ങൾ വരുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ എന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.